ശ്രീ ജലീൽ പുനലൂർ, CJP എന്ന് പറയുന്ന എങ്ങനെയോ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഡൽഹിയിലെത്തി നീറ്റ് എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലാപസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഈ വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു മടിയായിരിക്കാം ഇതുപോലുള്ള അരാഷ്ട്രീയ വാദികളെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ എന്നുള്ള ഒരു വിമർശനവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. പേഴ്സണലി അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ കൂടി ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ഇടപെടേണ്ട രാഷ്ട്രീയ കക്ഷികൾ മാറി നിന്നതുകൊണ്ടല്ലേ ഇതുപോലുള്ള അരാഷ്ട്രീയവാദികൾക്ക് ഇടം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്? നോക്കൂ, അരാഷ്ട്രീയവാദികൾ രാഷ്ട്രീയ മേഖല അടക്കുന്നതിലെ അതിനോട് നമുക്ക് യോജിപ്പില്ല. അതിലാ താങ്കളുടെ അഭിപ്രായത്തോട് നമ്മൾ പൂർണ്ണമായും യോജിപ്പാണ്. പക്ഷേ സോഷ്യൽ മീഡിയ യുഗത്തിൽ ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും സാമ്രാജ്യത്വത്തിനും ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കുമെതിരായിട്ട് പുതിയ തലമുറയിൽ പ്രതിഷേധം ഉയർന്നു വരാറുണ്ട്. അത് കൂട്ടായ്മയായിട്ട് മാറാറുണ്ട്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വിരൽത്തുമ്പിൽ ചലിക്കുന്ന ഒരു ലോകമാണെന്ന് എനിക്കും താങ്കൾക്കും ഒക്കെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ മുല്ലപ്പൂ വിപ്ലവം, ലിബിയയിൽ കേണൽ ഗദ്ദാഫിയുടെ 35 കൊല്ലത്തെ ഭരണം അറബിക്കടലിൽ എറിഞ്ഞത് ഈ മുല്ലപ്പൂ വിപ്ലവമാണ്. അതുപോലെ തന്നെ ഈജിപ്തിൽ എറിഞ്ഞത് ഇതാണ്. അങ്ങനെ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും അത് ആഞ്ഞു വീശി. സമാനമായി കെട്ടിച്ചമച്ചതോ തട്ടിക്കൂട്ടിയതോ ഒന്നുമല്ല, ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയായ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെ വർത്തമാനകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയവും ഏറ്റെടുത്തുകൊണ്ട് സമരോത്സുകരായ യുവത്വം, യൗവനം തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഇറങ്ങിയ ആളുകളെയൊക്കെ എത്ര പെട്ടെന്നാണ്, ഞാൻ ആശ്ചര്യപ്പെടുക. ഈ 21ാം നൂറ്റാണ്ടിലെ ലോകത്തിലാണോ ഇവരൊക്കെ ജീവിക്കുന്നത്? ഇന്ത്യയെ പോലെയുള്ള ഇത്രയും വിദ്യാസമ്പന്നതയുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ സമരവും ഒക്കെ ജനമാവകാശമാക്കിയ ഇന്ത്യയെ പോലുള്ള ഒരു ലോകത്ത്, ഒരു രാജ്യത്ത് പ്രക്ഷോഭം നടത്തിയാൽ ഉടനെ പറയുന്നത് രാജ്യദ്രോഹികളാണ്. ആരാ? രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയപരമായിട്ട് എതിരാ. നെഹ്റു കുടുംബത്തിന്റെ പിൻതലമുറക്കാരനാണ്. ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളെ സമ്മാനിച്ച ഒരു കുടുംബത്തിന്റെ പിൻതലമുറക്കാരനാണ്. അദ്ദേഹമാണ് ഈ സമരത്തിന് ഇന്ന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം എന്തേ രാജ്യദ്രോഹിയാണോ? പ്രിയങ്ക ഗാന്ധി രാജ്യദ്രോഹിയാണോ? ഡി രാജയും അതുപോലെ തന്നെ MA ബേബിയും ഒക്കെ രാജ്യദ്രോഹികളാണോ? നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഇതിനെയൊക്കെ കൊണ്ടുപോകുന്നത്? BJP പ്രതിനിധിയുടെ ചില വർത്തമാനങ്ങൾ കേട്ടാൽ എന്തോ ഒരു ധാർഷ്ട്യമാണ്. താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു കാര്യത്തിൽ. CAA സമരം ഇവിടെ നടത്തിയത് മുസ്ലിങ്ങളല്ല. ഈ നാട്ടിനെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്. ആ സമരത്തിന്റെ ഇടയിൽ എത്ര കൃത്യമായാണ് താങ്കൾ വഴിതിരിച്ചു വിടുന്നത്. കോഴിക്കോട്ട് മലപ്പുറത്ത് 21 മാപ്പിളക്കത്തി ഞങ്ങൾ പുറത്ത് ഏതവനാ പറഞ്ഞിട്ടുള്ളത്? ആ പറഞ്ഞവൻ ഇന്ത്യക്കാരനായിട്ട് എനിക്ക് കാട്ടാൻ എന്നെ കൊണ്ട് കാണാനാക്കില്ല. അത്തരം തീവ്രവാദികളെ കയ്യാമം വെച്ച് ജയിലിലടക്കണം. പിന്നെ താങ്കൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഡൽഹി സമരത്തിൽ പങ്കെടുത്തവരെയൊക്കെ ഞങ്ങൾ ജയിലിലടച്ചെന്ന്. മിസ്റ്റർ, താങ്കൾക്ക് അറിയുമോ, 1 നൂറ്റാണ്ട് നിന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ 10,000 ജയിലിലടച്ചിട്ടുണ്ട്. വാഗൻ ട്രാജഡി താങ്കൾ കേട്ടിട്ടുണ്ടോ? കുത്തി നിറച്ചു കൊണ്ടുപോയ ട്രെയിനിൽ കിടന്ന ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. ഒന്ന് കിണറിൽ തള്ളിയിട്ടുണ്ട് ഈ മലപ്പുറത്തടക്കം. അതൊക്കെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതാണ്. അങ്ങനെ ഈ രാജ്യത്തെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരായിട്ട് ആരെങ്കിലും സമരം ചെയ്താൽ അവര് ജയിലിൽ പോകാൻ തയ്യാറാണ്. അത് കാട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടാൽ തോന്നിപ്പോകുന്നത് പട്ടാള ഭരണം നിലവിലേക്ക്. താങ്കൾ ഈ ഏകാധിപത്യ സർക്കാർ എന്ന് അങ്ങ് തുടക്കം മുതൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാർ, ഈ മോദി സർക്കാർ ഏകാധിപത്യ ഭരണകൂടമാണെന്ന് അങ്ങ് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? 5 വർഷത്തിലൊരിക്കൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെയാണ് നിങ്ങൾ ഏകാധിപത്യ സർക്കാർ എന്ന് പറയുന്നത്. എന്ത് ഏകാധിപത്യമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് എന്നുകൂടി പറഞ്ഞു പോകാൻ നമുക്കൊന്ന്. എല്ലാവിധ ജനാധിപത്യ മൂല്യങ്ങളെയും തച്ചു തകർത്തുകൊണ്ടാണ് അധികാരത്തിൽ വരുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മറ്റൊരു തരത്തിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈജിപ്തിന് പോലും മാതൃകയായതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ കമ്മീഷന് പോലും ഇന്ന് 4 കാശിന്റെ വിലയില്ലാതാക്കിയ ഏകാധിപത്യ സർക്കാരാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായിരുന്ന കുറ്റാന്വേഷണ ഏജൻസികൾ, ലോകത്തിന് മാതൃകയായ CBI 4 കാശിന് വിലയില്ലാതാക്കി. NIA
ED ഇപ്പൊ പറയുന്നുണ്ടല്ലോ മമതാ ബാനർജി ഒറ്റപ്പെട്ടു പോയെന്ന്. ED-യെയും CBI-യെയും കാട്ടി വിരട്ടിയാണ് നിങ്ങൾ അവിടെ രാഷ്ട്രീയ മേധാവിത്വം സ്ഥാപിക്കുന്നത്. അദ്ദേഹം വലിയ വീരവാദം പറഞ്ഞല്ലോ. എന്തേ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് തമിഴ്നാട്ടിൽ നിങ്ങൾ ഗതി പിടിക്കാതെ പോയത്? കേരളം ഇന്ത്യയിലല്ലേ എന്തേ ഗതി പിടിക്കാതെ പോയത്? എന്തേ കർണാടകയിൽ ഗതി പിടിക്കാതെ പോയത്? ഇതൊന്നും ഇന്ത്യയിലല്ലേ? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിൽ വന്നതുകൊണ്ട് അതൊന്നും ഇന്ത്യ രാജ്യത്തെ അവസാന വാക്കല്ല. ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു. ഇതുപോലെ ഒരുപാട് ഈ സമരമുഖങ്ങളെയും ഇതുപോലെ ഏകാധിപതികളെയും കണ്ടുമടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യയും ഇന്ത്യക്കാരും. അവർ തീർച്ചയായിട്ടും ഈ സമരത്തിലും ഈ ധർമ്മ സമരത്തിലും ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലും വിജയം കൈവരിക്കുക ചെയ്യും എന്നുള്ള കാര്യത്തിൽ BJP-ക്കാർക്ക് ഒരു സംശയവും വേണ്ട. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾക്ക് തിരുത്താൻ ഇനിയും അവസരമുണ്ട്. താങ്കൾ സോനം വാങ്ചുക്കിന്റെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണ്. ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ നീറ്റ് വിഷയത്തിൽ നടക്കുന്നത് എന്ന്. നീറ്റ് വിഷയത്തിലാണെങ്കിൽ എന്തിനാണ് സാർ ഈ FCRA-ക്കെതിരെ മുദ്രാവാക്യം, അതുപോലെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കൽ, അതുപോലെ ഉമർ ഖാലിദിനെ മോചിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഉയരുന്നത്? അതുതന്നെയല്ലേ ഈ സമരത്തിന്റെ ദേശവിരുദ്ധതയും രാഷ്ട്രവിരുദ്ധതയും വളരെ കൃത്യമായി പറഞ്ഞു പോകേണ്ട കാര്യങ്ങളായി വരുന്നത്? നോക്കൂ, ഈ 370യും CIA-യും ബംഗ്ലാദേശും പാകിസ്ഥാനും ലഷ്കർ-e-തയ്യിബയും ഒക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഭരണകൂടത്തിനെതിരായിട്ട് ജനകീയ സമരങ്ങൾ ഉയരുമ്പോൾ അതിനെ ഇകഴ്ത്താൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്ന കുറെ നാടകങ്ങളാണ്, കുറെ പേരുകളാണ്. ഇവിടെ ആരും 370യുടെ കാര്യമൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞല്ലോ ഉമർ ഫാറൂഖ് മിനിയാന്ന് പാർട്ടിയുടെ വേദിയിൽ CJP-യുടെ വേദിയിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വൈറലാണ് സമൂഹ മാധ്യമങ്ങളിൽ. ഏതെങ്കിലും ഒരു സമരത്തിൽ കാണിച്ചു തരാം. അല്ലല്ല, ഏതെങ്കിലും ഒരു സമരത്തിൽ ഐക്യദാർഢ്യത്തിലെത്തുന്ന ആരെങ്കിലും പലവിധ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും. അതിനെ പർവ്വതീകരിച്ചിട്ട് അതെന്തോ മഹാസംഭവമാണ്, രാജ്യദ്രോഹമാണെന്ന് പറയുന്നുവെങ്കിൽ അദ്ദേഹത്തോട് ഞാനൊന്ന് ചോദിക്കുക, ഈ രാജ്യദ്രോഹികളുമായി അധികാരം ആദ്യമായി പങ്കിട്ടവർ നിങ്ങളാ. ഈ ഉമർ ഫാറൂഖും അയാളുടെ പിതാവ് ഫറൂഖ് അബ്ദുള്ളയുമായിട്ട് ചേർന്നുകൊണ്ടാണ് കാശ്മീരിൽ നിങ്ങൾ ഭരിച്ചത്. ഈ മെഹബൂബ മുഫ്തിയുടെ PDP രാജ്യത്ത് ഇന്ന് അവിടെ സ്വതന്ത്ര നിർവഹണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന വാദഗതിയാണ്. ഞാൻ അതിലേക്ക് വരാം.